ശ്രീ പാലോട് സന്തോഷം, ഒരുപക്ഷെ ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തി താങ്കളായിരിക്കും. എന്നോട് നമ്പിനാരായണൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടത്തിൽ കൂടെ ചേർന്ന് മുന്നണി പോരാളികളിൽ ഒരാളായി പ്രവർത്തിച്ചത് താങ്കളാണ്. പാലോട് സന്തോഷം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന ഇപ്പോൾ CBI പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഈ നിയമ പോരാട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് താങ്കളും വഹിച്ചിട്ടുണ്ട്. പാലോട് സന്തോഷ്, ഇവിടെ സിബി മാത്യൂസ്, അദ്ദേഹം കേരള പോലീസിലെ വളരെ സത്യസന്ധനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ എന്ന ഖ്യാതി ഒക്കെ നേടിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കള്ളക്കഥകളൊക്കെ പുറത്തു വന്നു. ചില കാര്യങ്ങൾ ഇപ്പോൾ ഹരിദാസ് തുറന്നു പറയുകയും ചെയ്തു. ഈ സിബി മാത്യൂസ് ആരുടെ ചട്ടുകമായിട്ടായിരിക്കും പ്രവർത്തിച്ചത്? എനിക്ക് ഒറ്റ കാര്യം പരാമർശിക്കാനുള്ളൂ. അതായത് ഇപ്പോൾ CBI ഗൂഢാലോചന കേസിൽ പ്രതികളായിട്ട് 5 ഉദ്യോഗസ്ഥരെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ ഗൂഢാലോചനയിൽ ചില രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായി ഇതിൻ്റെ നാൾവഴികളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ചിലർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കില്ലേ? അവരുടെ ചട്ടുകമായിട്ടല്ലേ സിബി മാത്യൂസ് പ്രവർത്തിച്ചത്? പാലോട് സന്തോഷ്. തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് അനിൽ നമ്പ്യാർ. അതോടൊപ്പം താങ്കളും ജനൻ TVയും കുറെ ഞങ്ങളെ ഈ പോരാട്ടങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നത്, ലോകത്ത് നമ്പിനാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് മാത്രമല്ല, ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ ശാസ്ത്ര സാമ്പത്തിക സാങ്കേതിക ഗവേഷണ രംഗത്ത് ഒരു വൻ ശക്തിയാകേണ്ട ഒരു പ്രോഗ്രാമിനെയാണ് ഗൂഢാലോചനയിലൂടെ, അമേരിക്ക അറിയാലോ, ഒരു ചാരസംഘടനയുടെ തിരക്കഥയിലൂടെ യഥാർത്ഥത്തിൽ RBയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന, ഗുജറാത്തിലെ DGP ആയിരുന്ന RB ശ്രീകുമാറും കേരളത്തിലെ DGP ആയിരുന്ന സിബി മാത്യൂസും ആരാണോ രാജ്യദ്രോഹി എന്നും രാജ്യത്തിന്റെ വികസന വിരുദ്ധനെന്നും ഇവർ പ്രഖ്യാപിച്ചത് നമ്പി നാരായണയാണെങ്കിൽ, ആരാണ് യഥാർത്ഥ രാജ്യദ്രോഹികളെന്ന് കേരള മനസാക്ഷിയും ഇന്ത്യൻ മനസാക്ഷിയും നോക്കിക്കാണേണ്ടതുണ്ട്. നമ്പി നാരായണൻ നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നും അതിന് അട്ടിമറിക്കപ്പെട്ടതാണെന്നും അതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വ്യക്തമാണല്ലോ. പൊതുസമൂഹത്തിൽ ഇപ്പൊ ചെറിയാൻ ഫിലിപ്പ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞല്ലോ ആരെല്ലാം ഗൂഢാലോചന നടത്തിയെന്ന്. MM ഹസൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ VM സുധീരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. K മുരളീധരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പത്മജ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവരും പറഞ്ഞല്ലോ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു. K കരുണാകരനെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും സ്നേഹിച്ചവർ തന്നെ ചതിച്ചു. MI ഷാനവാസിന്റെ വീട്ടിൽ ഗൂഢാലോചന നടത്തി എന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞില്ലേ? ഈ അവസരങ്ങളിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ? ഒരു ഭാഗത്ത് രാജ്യത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ച ശാസ്ത്രജ്ഞനെയും നമ്മുടെ രാജ്യത്തിനെയും ഒറ്റിക്കൊടുക്കുകയും, മറുഭാഗത്ത് K കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനു വേണ്ടി A ഗ്രൂപ്പ് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന, 2 ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അനുസരിച്ചിട്ട് കേന്ദ്ര സ്ഥാപനമായ ISROക്കെതിരെ കേസെടുക്കാൻ അധികാരമില്ല എന്ന് അറിഞ്ഞുകൂടാത്ത ആളാണോ സിബി മാത്യൂസ്? മിസ്റ്റർ സിബി മാത്യൂസ്. IBക്ക് ആരെയും അറസ്റ്റ് ചെയ്യാനും മർദ്ദിക്കാനും അധികാരമില്ല. മിസ്റ്റർ ശ്രീകുമാർ, അദ്ദേഹം ഗുജറാത്ത് DGP ആയിരുന്ന ആളാണ്. മിസ്റ്റർ ശ്രീകുമാർ പോലീസ് അറസ്റ്റ് ചെയ്ത് IBക്ക് കൈമാറുമ്പോൾ എങ്ങനെയാണ് IB ഈ മറിയം റഷീദയെയും നമ്പി നാരായണനെയും മൃഗീയമായി പൈശാചികമായി മർദ്ദിച്ചിട്ട് തിരക്കഥ ഉണ്ടാക്കിയത് ആർക്കു വേണ്ടി? നേരത്തെ അങ്ങ് ചോദിച്ചല്ലോ. കേരളത്തിലെ നമുക്കറിയാം, ഒരുപക്ഷെ നമ്പി നാരായണന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ, അവർ മെന്റലി അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. കുടുംബം മുഴുവൻ ചാരന്മാരാക്കി. പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. അമേദ്യം കൊണ്ടെറിയുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും വലിയ പോരാട്ടം നടത്തി, നിയമ പോരാട്ടം നടത്തി. ഞാൻ ഒരു കാര്യം കൂടി ഈ ചർച്ചയിലൂടെ ഉന്നയിക്കാൻ അനിൽ നമ്പ്യാർ, ഈ നമ്പി നാരായണനും നമ്മളും ഞാനും ഉൾപ്പെടുന്ന കർമ്മവേദിയും ഈ കേസുമായി മുന്നോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ ചാരക്കേസിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നുള്ളത് ആരറിയുമായിരുന്നു? ഒരു കാര്യം കൂടി പറയുന്നു, ഞാൻ അങ്ങയോട് പറയുന്നു, കഴിയുമെങ്കിൽ ജനൻ TV നാളെ
കേരളത്തിലെ 3-4% ആൾക്ക് മാത്രമാണ് അനിൽ നമ്പ്യാർ ഈ ചാരക്കേസ് എന്താണെന്ന് അറിയുന്നത്. ഇപ്പോഴും പലരും പറയുന്നത് പല രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് മറിയൻ റഷീദും പോലീസുകാരും തമ്മിലുള്ളത് എന്നൊക്കെയാണ്. പക്ഷെ എന്തായാലും ഇതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു. എത്രമാത്രം ഇതിന്റെ പിന്നിൽ ത്യാഗപൂർണമായ പോരാട്ടം നടത്തി എന്നുള്ള നമ്മൾ ചിന്തിക്കണ്ടേ? എത്ര വർഷമായി? അപ്പൊ സ്വാഭാവികമായും എന്നെ പോലുള്ള രാജ്യത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾ നമ്പി നാരായണൻ ആദ്യം കാണുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, സാർ ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു പറ്റ ചെറുപ്പക്കാർ ഞങ്ങൾ ജീവൻ പോയാലും ശരി അങ്ങയോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിനൊരു സാക്ഷി ഉണ്ടായിരുന്നു, അത് നമ്മുടെ പഴയ മന്ത്രി കെ രാമേന്ദ്രൻ മാഷാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അങ്ങനെ എന്തുമാത്രം പോരാട്ടങ്ങളുടെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ജനൻ ടിവിയുടെ അഭ്യർത്ഥിക്കാനുണ്ട്, നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ ഈ പറഞ്ഞ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഇതില് ചാരക്കേസ് നടന്നിട്ടുണ്ടെന്നല്ലോ പറയുന്നുണ്ടല്ലോ, ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. അവർ പറയണ്ടേ 1993-94 നമ്മുടെ ISRA ഇതുണ്ടായിരുന്നോ, ക്രയോജനിക് ഉണ്ടായിരുന്നോ? വേറെ സംഭവം കൂടി പറയാം. ഈ സിബി മാത്യൂസ് എന്ന് പറയുന്ന പമ്പര വിഡ്ഢി, അദ്ദേഹം ആദ്യമായി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? അദ്ദേഹം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ISRO എന്ന് പറയുന്ന മിസൈൽ ടെക്നോളജി ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നല്ല പറഞ്ഞേ. മിസൈൽ ടെക്നോളജി ഉണ്ടാക്കുന്ന സ്ഥാപനമാണെന്നും ഇവിടെ നിന്നും മിസൈൽ ടെക്നോളജി ശത്രുരാജ്യങ്ങൾക്ക് കള്ളക്കടത്ത് നടത്തി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ CBIയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ പോലീസ് ഓഫീസർമാരെ കുറിച്ചിട്ട്. അൺപ്രൊഫഷണൽ ആണ്, അൺടാലന്റഡ് ആണ്, വളരെ വ്യക്തമല്ലേ? മറ്റൊരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ, അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ കേസ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഞാൻ ഉൾപ്പെടെ ചെറിയാമ്പിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു. ഒരുപക്ഷെ നമ്പി നാരായണൻ ആദ്യം 50 ലക്ഷം രൂപ കൊടുത്തത് ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി 12ാം ദിവസം അവർ ഈ ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ട് 50 ലക്ഷം രൂപ കൊടുത്തത്. ഇതെല്ലാം വളരെ കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമാണ്. എന്നാൽ എന്താണ് ഇതിന്റെ പിന്നിലുണ്ടായ രാഷ്ട്രീയവും ഇതിന്റെ പിന്നിൽ നടന്ന അന്തർദേശീയ ഗൂഢാലോചനയും? ഈ അന്തർദേശീയ ഗൂഢാലോചനയ്ക്ക് നമ്മുടെ IB ഉദ്യോഗസ്ഥർ, നിങ്ങൾക്കറിയാമോ ഈ RB ശ്രീകുമാർ? ഈ RB ശ്രീകുമാർ ഞാൻ ഏതൊരു ചാനൽ ചർച്ച കഴിഞ്ഞതിന് ശേഷം വഞ്ചൂർ ജംഗ്ഷനിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് വക്കീലിന്റെ ഓഫീസിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ എന്നോട് ഇയാൾ കയർത്ത് സംസാരിക്കുകയാണ്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പൊതുസമൂഹത്തിൽ വാ, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ എന്താണ് എന്ന്, ഇതിന്റെ സംഭവങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങൾക്ക് അട്ടിമറിച്ചവരെ നമ്പി നാരായണനെ ആദ്യം വിളിച്ച പേര് എന്ന് പറയുന്ന രാജ്യദ്രോഹിയാണ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടതിയുടെ പരാമർശവും CBIയുടെ എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ CB മാത്യൂസ് ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരെ എന്തു പേരാണ് അല്ലെങ്കിൽ എന്ത് വിശേഷണമാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്പി നാരായണനെ എങ്ങനെയാണോ ആക്ഷേപിച്ച അതുപോലെയാണ്. ഇതിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എവിടെയെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ നിരന്തരം 10 വർഷം 9 വർഷം 10 വർഷം നമ്മുടെ കർമ്മവേദിയുടെ പ്രവർത്തകർ, ഞങ്ങളുടെ എല്ലാ സമരങ്ങളിലും പങ്കെടുത്ത ഒരാളായിരുന്നു രാജഗോപാൽ രാജേട്ടൻ. ഞങ്ങൾ സെക്രട്ടറിയേറ്റിന് മുമ്പിലും അതുപോലെ തന്നെ പല സമരങ്ങളും അതുപോലെ സെമിനാറുകളും ഇതുമായി ബന്ധപ്പെട്ട് കേസും, ഹൈക്കോടതിയിൽ കേസും അതുപോലെ തന്നെ ഇവിടെ CJM കോടതിയിൽ കേസും. ആരുണ്ടായിരുന്നു? ആദ്യം നമ്പി നാരായണ സഹായിക്ക രാജശേഖർ പത്രപ്പ അവരൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ സത്യമാണ്. പിന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ? പക്ഷെ ഞങ്ങൾ സംഘടിപ്പിച്ച സമരത്തിൽ ഇന്നത്തെ മന്ത്രിമാരായിരിക്കുന്ന 2 പേർ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും ഏകദേശമുള്ള രാഷ്ട്രീയ നേതാക്കളും ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്പി നാരായണനോടോ ഇതുമായി ബന്ധപ്പെട്ടവരോടോ ഇതെന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, തൃശൂർ പാർലമെന്റ് കെ മുരളീധരൻ പരാജയപ്പെട്ടല്ലോ. അനിൽ നമ്പ്യാർ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ. കെ മുരളീധരൻ ഇപ്പൊ ദുഃഖിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിനോട് കാണിച്ച ചതിയാണ്. നിങ്ങൾക്കറിയോ, നമ്പി നാരായണന് 2011 ഞങ്ങളുടെ സ്വീകരണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാനും KK രാമേന്ദ്രൻ മാഷും ജോസ് കുറ്റിയാനിയും അതുപോലെ തന്നെ അന്ന് ചെറിയാമ്പിൽ വന്നില്ല. ഞങ്ങൾ കെ മുരളീധരനുമായി ആലോചിച്ച് ഞങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നമ്പി നാരായണൻ ഒരു സ്വീകരണം കൊടുക്കാൻ പോകുന്നു. അത് ഇനാഗുറേറ്റ് ചെയ്യുന്ന ISRO മുൻ ചെയർമാൻ മാധവൻ നായരാണ്. അന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സ്ക്രീൻ ചെയ്യാനും അത് കഴിഞ്ഞ് പോസ്റ്റർ ബാക്കി എല്ലാ ഡിസൈനും അദ്ദേഹം പറഞ്ഞത്, കോടതി പറയുന്നത് വരെ ഏതറ്റം വരെയും എൻ്റെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഉണ്ടാകും, നിങ്ങൾ ധൈര്യമായി പോരാടണം എന്ന് പറഞ്ഞ മുരളീധരൻ ഈ സ്വീകരണം നടക്കണേന്റെ അന്ന് 4 മണി മുതൽ 6:30 മണി വരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ആ പ്രോഗ്രാമിലാണ്
ബഹുമാനായ ISROയുടെ മുൻ ചെയർമാൻ മാധവൻ നായർ പറഞ്ഞത്, ISRO ചാരക്കേസ് CBI അന്വേഷിച്ചില്ലെങ്കിൽ 100-ലധികം ശാസ്ത്രജ്ഞന്മാർ ജയിലിൽ പോകുമായിരുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അബ്ദുൽ സമദാനി നിയമസഭയെ ചോദിച്ചു. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞത് അരി എത്രയെന്ന് വെച്ചപ്പോൾ പയറഞ്ഞാടി എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നടന്നൊരു രാഷ്ട്രീയ ഗൂഢാലോചന കേരളത്തിലെ കോൺഗ്രസ് സമൂഹം, അതുപോലെ തന്നെ കെ മുരളീധരൻ അച്ഛനോട് നീതി പുലർത്താതെയും അച്ഛനെ ചതിച്ചത് കൊണ്ടാണ് തൃശ്ശൂരിൽ കെ മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പോയത്. മറുപടി പറയണം കേരള സമൂഹത്തോട്. എന്ത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പറയാറുണ്ടല്ലോ, അദ്ദേഹം പല കാര്യങ്ങളിലും നിലപാട് പറയാറുണ്ടല്ലോ, എന്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞില്ല? അന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് 7 മണിക്ക് ശേഷം ഫോൺ ഓൺ ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. അതിന് ഞാൻ മറുപടിയും പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നിരവധി തന്നെ ജയിൽ കമ്മീഷന്റെ വന്നല്ലോ. എന്തുകൊണ്ട് മുരളീധരൻ പറഞ്ഞില്ല രാഷ്ട്രീയ ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? അപ്പൊ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി അച്ഛനെയും അല്ല ആരെയുമായി ഒറ്റുകൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ വക്താവാണ് കെ മുരളീധരൻ. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഈ വിധി എന്ന് പറയുന്നത് നാളെയെങ്കിലും മുരളീധരൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ആ മനുഷ്യനെ തെരുവിലിട്ട് ചാരനാക്കി രാജ്യദ്രോഹിയാക്കി കെ കരുണാകരനെ, അദ്ദേഹത്തിന്റെ കൂടെ നിരപരാധിത്വം തെളിയിക്കാൻ പോരാടിയ ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളെ മുമ്പ് പോലും ഒളിച്ചു കളിച്ച ആളാണ് മുരളീധരൻ. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എനിക്ക് നിങ്ങളെ സ്റ്റുഡിയോയിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം ചില സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് എത്താൻ കഴിയാതെ പോയത്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അഭ്യർത്ഥിക്കുകയാണ്, ഇത് നിങ്ങൾ നിർത്തരുത്. ഇതിന് ഏറ്റവും അധികം സഹായിച്ചത് താങ്കൾ ഉൾപ്പെടെയാണ്. അതുകൊണ്ട് ഈ വിധിയുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ, അതായത് ഇത് മുതൽ ഇത് പല ഡിസ്കഷൻസ് ഉണ്ടാവണം. കോൺഗ്രസിന്റെ നേതാക്കൾ അഭിപ്രായങ്ങൾ പറയണം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? കേരളത്തിലെ നമ്മുടെ നാട്ടിൽ എത്രയോ നിരപരാധികൾ ഇതുപോലെ പോലീസിന്റെ ഗൂഢാലോചനയും രാഷ്ട്രീയ ഗൂഢാലോചനയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു സർ. അല്ല, വളരെ സന്തോഷം നമ്പിനാരായണൻ പറഞ്ഞത് അതാണ്. കാരണം അദ്ദേഹത്തിന് കേസുമായി മുന്നോട്ട് പോകാൻ സാധിച്ചു, നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണക്കാർ ഇതുപോലെ പോലീസ് അതിക്രമങ്ങളിൽ പെട്ടാൽ, അങ്ങനെ അവർക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അവർ ശിക്ഷിക്കപ്പെടും, ഒരു സംശയവുമില്ല. പക്ഷേ നമ്പിനാരായണൻ്റെ ആ നിശ്ചയദാർഢ്യം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ പോരാട്ട വീര്യം അത് ഗുണം ചെയ്തു. എന്തായാലും CBI ഗൂഢാലോചന കേസിൽ 5 ഉദ്യോഗസ്ഥർ, 3 കേരള പോലീസിലെ 3 മുൻ ഉദ്യോഗസ്ഥർ, അതുപോലെ IBയിലെ 2 മുൻ ഉദ്യോഗസ്ഥർ, ഇവർ പ്രതികളാണ്. ഇവരാണ് ഇത് ഗൂഢാലോചന നടത്തിയത് അല്ലെങ്കിൽ ഈ കേസ് കെട്ടിച്ചമച്ചത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നു.